അപ്പൊ നമ്മളിന്ന് ചോദിക്കാൻ പോണത് പഴയ പെരുന്നാൾ ഇപ്പത്തെ പെരുന്നാൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാശ് പറ്റാം. പഴയ പെരുന്നാൾ ഇപ്പത്തെ പെരുന്നാൾ പറഞ്ഞാല് നമ്മള് പഴയ പെരുന്നാളിന്റെ ഒരു വൈബ് ഈ പെരുന്നാൾ ഇപ്പൊ സത്യമാണ്. കാരണം വെച്ചാല് പഴയ പെരുന്നാൾ വരുമ്പോ ഒരു 20 നോമ്പ് പെരുന്നാളിന്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ നോമ്പ് 20 തുടങ്ങും അതിന്റെ ആഘോഷം. ആ ഒരു പടക്കം പൊട്ടിക്കലും ആ ഒരു സന്തോഷവും ഒരു കാര്യങ്ങളും ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാരും വേറെ വേറെ ആയി, ഡിഫറെന്റ് ആയി. എല്ലാവരും പണ്ട് പറയുമ്പോ എല്ലാരും ഒത്തുകൂടി ഒരു വീട്ടിൽ നിന്നിട്ട് എല്ലാരും കൂടി ഫോട്ടോ എടുക്കലും മൈലാഞ്ചി ഇടലും പടക്കം പൊട്ടിക്കലും ഫുഡ് ഉണ്ടാക്കലും ആ വൈകുന്നേരം രാത്രി ഒരു ഫുഡ് ഉണ്ടാക്കാണ്ട് പയമ്പരിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒരു ഒത്തുചെല്ലാണ് കട്ടങ്ങനെ കുടിച്ചൊരു വർത്താനം പറഞ്ഞു ഒരു വൈബൊക്കെ എല്ലാ കുടുംബക്കാരും അതുപോലെ തന്നെ നമ്മള് ഇതുണ്ടല്ലോ ഫുഡ് കഴിക്കാൻ പോകുക, അതുപോലെ ഫോട്ടോ എടുക്കല് ഒക്കെ അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയല്ല. പിന്നെ അതുമാതിരി കുടുംബത്തെ സന്ദർശിക്കാൻ പോകും. ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞാൽ കുടുംബക്കാരോടൊക്കെ പോയിട്ട് നല്ല രസമായിരുന്നു. വർത്താനം പറഞ്ഞ് ചിരിച്ചു കഴിച്ച് അതാവുമ്പോ എന്താ അതാവുമ്പോ ബന്ധങ്ങളും നിലന്നു പോകും. ഇപ്പൊ എല്ലാവർക്കും ഓരോരുത്തരും അവനാന്റെ കാര്യങ്ങളായി എല്ലാവരും ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. പണ്ടൊരു നല്ലൊരു ഒത്തൊരുമുള്ളൊരു എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകും. പെരുന്നാൾ നിസ്കാരം